കൂട്ടുകാരെ, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്ന ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ഇൻട്രഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യമായി ഈ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ. വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ വളരെ ചുരുക്കിയിട്ടുള്ളൊരു നിർവചനമാണിത്. ബേസിക്കലി ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ. ഇനി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ലാംഗ്വേജ്. പക്ഷെ എല്ലാത്തരം കമ്മ്യൂണിക്കേഷനും ഭാഷയെ ആശ്രയിച്ച് നിൽക്കുന്നില്ല എന്നതാണ് അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ഷെയറിംഗ് ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ഭാഷയെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എല്ലാ കമ്മ്യൂണിക്കേഷനിലും നമ്മൾ ഭാഷയെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഭാഷയെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന മാനദണ്ഡപ്രകാരം കമ്മ്യൂണിക്കേഷനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ഒന്നാമത്തെ കാര്യം, വേർബൽ കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്ന് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ ഈസ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ യൂസിങ് വേർഡ്സ്. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാഷയെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഥവാ വേർഡ്സുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഭാഷകൾ ഉപയോഗിക്കാതെ, വേർഡ്സുകൾ ഉപയോഗിക്കാതെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസിനെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതെങ്ങനെയാണ് ഭാഷകൾ ഉപയോഗിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ഒരു റോഡിലൂടെ പോകുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ കാണാം. ഇവിടെ വാഹനം നിർത്തണം എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റോപ്പ് സിഗ്നലുകൾ കാണാം. തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുട്ടി സ്കൂൾ ബാഗും എടുത്ത് ഓടുന്ന ഒരു പിക്ചർ കാണാം. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ അടുത്ത് സ്കൂളുണ്ട്. റെയിൽ പാളങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ കാണുന്നു. ആ ഒരു ഇമേജ് കാണുമ്പോൾ, പിക്ചർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത് റെയിൽ പാളമുണ്ട്. ഇങ്ങനെ ഭാഷകളില്ലാതെ ജെസ്റ്റേഴ്സിലൂടെ, ഇമേജസിലൂടെ അല്ലെങ്കിൽ മറ്റു പല ഗ്രാഫുകളിലൂടെയോ മറ്റോ ഒരു സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അതിനെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ രണ്ടു തരത്തിലുണ്ട്. വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭാഷ ഉപയോഗിക്കാതെ ഇമേജസിലൂടെയും മറ്റും സന്ദേശങ്ങൾ കൈമാറുന്നതിനെയാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷനെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ വേർബൽ, നോൺ വേർബൽ എന്ന് തിരിച്ചതുപോലെ കമ്മ്യൂണിക്കേഷൻ വേറെ ഒരു മാനദണ്ഡ പ്രകാരം ഫോമൽ, ഇൻഫോമൽ എന്ന് രണ്ടു തരത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും. എന്താണ് ഈ ഫോമൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. കമ്മ്യൂണിക്കേഷൻ, ഫോമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഇൻഫോമൽ എന്ന് പറയുമ്പോൾ അനൗപചാരികം. എന്താണ് ഔപചാരികം, അനൗപചാരികം എന്ന് പറഞ്ഞാൽ? നോക്കൂ, കൺവെർസേഷൻ ഇൻ പിയർ ഗ്രൂപ്പ് ഈസ് ഇൻഫോമൽ. നമ്മൾ നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ അടുത്ത കൂട്ടുകാരോടൊക്കെ നടത്തുന്ന സംഭാഷണങ്ങൾ, അതിന് ഫോർമാലിറ്റികളൊന്നുമില്ല. തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും. തമാശകൾ പറയുമ്പോൾ വളരെ പ്രീ പ്ലാനഡ് ആയിട്ടല്ല സംസാരിക്കാറുള്ളത്. ആ സമയത്ത് നമ്മുടെ നാവിൽ എന്ത് വാക്കുകളാണോ വരുന്നത് അതൊക്കെ സംസാരിക്കുന്ന
പൂർണ്ണമായും ഇൻഫോർമലായ അനൗപചാരികമായ സംസാരങ്ങളാണ് ഇൻഫോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും ചിന്തകളും വികാരങ്ങളും ഒക്കെ അപ്പോൾ അത് പറഞ്ഞു തീർക്കുന്ന രീതിയിലാണുള്ളത്. ഇത്തരം സംസാരങ്ങൾ ഇൻഫോർമൽ കോൺവെർസേഷൻ എന്ന് പറയാം. അതേസമയം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും നേരത്തെ തന്നെ പ്രീ പ്ലാനഡ് ആയ ഒരു മെത്തേഡ്, റൂൾസ് അനുസരിച്ചായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രിൻസിപ്പൽ ആ സ്കൂളിലെ മറ്റു സ്റ്റാഫുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് പലപ്പോഴും നിശ്ചിത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അത്തരം കമ്മ്യൂണിക്കേഷനുകൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് refers to the flow of official information through proper and predefined channels. നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സാധാരണ നമ്മളൊരു സെമിനാറിൽ ഒരാൾ പ്രബന്ധം അവതരിപ്പിക്കുന്നു, ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അതിനൊക്കെ ഒരു നിശ്ചിത രീതികളുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകളെയാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാക്കുകളിലൂടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകളാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധ ഇനങ്ങൾ, ടൈപ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളിവിടെ 4 തരത്തിലുള്ള വേർബൽ കമ്മ്യൂണിക്കേഷനുകൾ പഠിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന, ആത്മഗതം എന്നൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ നമ്മോട് തന്നെ സംവദിക്കുന്നു, സംസാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കാണ്. ആ സമയത്ത് പറയുന്നു, ആ പരീക്ഷ നന്നായി പഠിച്ചിട്ട് പോകായിരുന്നു എന്ന്. ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഞാൻ മാത്രമുള്ള ഒരു സന്ദർഭത്തിൽ എന്നോട് തന്നെ പറയുമ്പോൾ അതൊരു സെൽഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനെയുള്ള ദിസ് ഈസ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നാം നമ്മോട് തന്നെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. അവരോട് തന്നെ ആശയങ്ങളും ചിന്തകളും കൈമാറുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെൻഡറും റിസീവറും സെയിം ആണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന പേര് വരുന്നത്. ഇനി അടുത്തത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് രണ്ടാമത്തേത്. സാധാരണഗതിയിൽ 2 അതിലധികമോ ആളുകൾ നടത്തുന്ന പരസ്പര സംഭാഷണങ്ങളെ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മോട് തന്നെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് നടത്തുന്ന, അഥവാ 2 അതിലധികമോ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന സംഭാഷണങ്ങളെയാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അത് സന്ദേശമയക്കലാകാം, അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറലാകാം. ഇങ്ങനെ പലപ്പോഴും ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആകാം, ഫോൺ കോളുകളാകാം, ഇമെയിലിലൂടെയോ മറ്റോ നമ്മൾ മറ്റുള്ളവരോട് സംവദിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ രീതികളും ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഇനി എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് മൂന്നാമത്തെ തലം, മൂന്നാമത്തെ ഇനം. എന്താണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. വീട്ടിൽ നമ്മൾ വളരെയധികം ഓമനിച്ച്, സ്നേഹിച്ച്, താലോലിച്ച് പോറ്റി വളർത്തുന്ന പെറ്റുകൾ ഉണ്ടാകാം, മൃഗങ്ങൾ ഉണ്ടാകാം. അത്തരം മൃഗങ്ങൾ ഒരുപക്ഷെ അത് പൂച്ചയാകാം, പട്ടിയാകാം. അങ്ങനെയുള്ള പൂച്ചയോ പട്ടിയോ നമ്മളിങ്ങനെ വീട്ടിനകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മോടുള്ള ആ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി അവ ഇങ്ങനെ ഓടി വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ
കോഴികളോ പൂച്ചകളോ മറ്റോ ഓടി വരുന്ന സമയത്ത് അവരോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു, അഥവാ നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ ആ പൂച്ചയും കോഴിയും ഒക്കെ മനസ്സിലാക്കൂല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ അവരോട് സംസാരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ലേ, ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ആ ജീവികളോട് നമ്മൾ ചോദിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു എന്നത് മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ അഥവാ നോൺ ഹ്യൂമൻ ബീയിങ്സിനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നോൺ ഹ്യൂമൻ ബീയിങ്സിനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ വിത്ത് എ ലാർജ് ഓഡിയൻസ്, വലിയ ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ, അഥവാ സാധാരണ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ടെലിവിഷനുകളിലൂടെ വാർത്തകൾ കാണാറുണ്ട്. ഈ വാർത്ത ഏതെങ്കിലും 1, 2 അല്ലെങ്കിൽ 10, 100, 1000 ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാർത്താ വായനയല്ല, മറിച്ച് വലിയ 1000 ആണെങ്കിൽ പോലും അതൊരു ലാർജ് ഓഡിയൻസ് ആണ്. അങ്ങനെ വലിയ ഒരളവ് വരുന്ന അല്ലെങ്കിൽ വലിയ ഒരു ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വിവര കൈമാറ്റങ്ങളെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മാസ് മീഡിയകളെ ഉപയോഗിച്ചാണ് നടത്താറുള്ളത്. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ഇത്തരം സന്ദേശങ്ങളെ ലാർജ് ഓഡിയൻസിന്, വലിയ ജനവിഭാഗത്തിന് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളായ ടെലിവിഷൻ പോലെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ പോലെ റേഡിയോ പോലെ വലിയ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവരം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ടൂൾസ് ആണ്. അത്തരം ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് വേർബൽ കമ്മ്യൂണിക്കേഷന്റെ വിവിധ രൂപങ്ങളാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വാക്കുകളിലൂടെ, നാവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഒരു പക്ഷേ നമ്മൾ പേന എടുത്തൊരു പേപ്പറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എഴുതി അറിയിക്കുന്നു, കത്തുകളിലൂടെയൊക്കെ. പഴയ കാലത്ത് കത്തുകൾ ഉപയോഗിച്ച് ആയിരുന്നു സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. ഇന്ന് ഇമെയിൽ, വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ രൂപം എന്ന് പറയാം. അങ്ങനെ എഴുത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ അത് റിട്ടൺ കമ്മ്യൂണിക്കേഷനുമാണ്. അപ്പോൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓറൽ ആകാം, അല്ലെങ്കിൽ റിട്ടൺ ആകാം, അല്ലെങ്കിൽ പിക്ചേഴ്സുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിക്ചേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ സ്കൂൾ കെട്ടിടമുള്ള സ്ഥലത്ത് ഒരു ബോർഡ്, ഇവിടെ സ്കൂളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ, ട്രാഫിക് സൈൻ ബോർഡുകൾ പോലെ, അല്ലെങ്കിൽ നോ പാർക്കിംഗ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി, ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കാറിന്റെ പിക്ചർ, അതിന് മുകളിൽ ഇവിടെ നിർത്തരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക ഇമേജ് അവിടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് തന്നെ യൂസിങ് പിക്ചേഴ്സ് ആണ്. അതേപോലെ ഗ്രാഫുകൾ ഉപയോഗിച്ച്, ടാബിളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ വേർബൽ കമ്മ്യൂണിക്കേഷന്റെ വിവിധ രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ റിട്ടൺ, സ്പോക്കൺ ലാംഗ്വേജുകളെ ആശ്രയിക്കാതെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകളാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമായി പറയാൻ പറ്റുന്നൊരു വസ്തുതയാണ് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നടത്തുന്ന ബാബിൾസ്. ചെറിയ സംസാരപ്രായം എത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു പോലും തുടങ്ങാത്ത ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നടത്തുന്ന ചലബിലകളുണ്ട്, ബാബിൾസ് ഉണ്ട്. അതൊക്കെ ഒരു നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും എനിക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ അവർ അറിയിക്കുന്നത് അവർ കരച്ചിലുകളിലൂടെയോ മറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കും. ഇത്തരം
ഇൻഫർമേഷൻ, ഇത്തരം കമ്മ്യൂണിക്കേഷനുകളെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതേപോലെ ആംഗ്യങ്ങൾ, നമ്മുടെ മുഖത്ത് നമ്മൾ കാണിക്കുന്ന മുഖഭാവങ്ങളുടെ പ്രകടനങ്ങൾ, അതേപോലെ മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ബോഡി, നമ്മുടെ കൈകളും ശരീരങ്ങളൊക്കെ പലപ്പോഴും എന്തെങ്കിലും വേണോ, ചായ വേണോ എന്ന് ചോദിക്കുന്നു, തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കാണിച്ചുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ശരിക്കും അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, റിട്ടൺ കണ്ടന്റുകൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാം. നമ്മൾ വാട്സാപ്പുകളിലൂടെയോ മറ്റോ ചാറ്റുകൾ ചെയ്യുമ്പോൾ മീംസുകൾ ഉപയോഗിക്കാറുണ്ട്, ഇമോജികൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ ആ ഒരു തമാശ, ഉദാഹരണത്തിന് ചാറ്റിനിടയിൽ ഒരാൾ ഒരു തമാശ സന്ദേശമായി അയക്കുന്നു, ആ തമാശ കേട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് എങ്കിൽ അങ്ങോട്ട് ഒരു ചിരിക്കുന്ന ഇമോജി അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച ആ സന്ദേശം എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഇമോജി നമ്മൾ അങ്ങോട്ട് അയക്കുന്നു. ഇതൊരു ഡിജിറ്റൽ നോൺ വേർബൽ ക്യൂസിന്റെ ഉദാഹരണമാണ്, കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു നമ്മെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോക്ക് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ നമ്മൾ തമ്പപ്പ് സൈനുകൾ, ഒരു ലൈക്ക് എന്ന് പറയും, ലൈക്ക് പോലുള്ള ചിഹ്നങ്ങൾ തിരിച്ചയക്കാറുണ്ട്. അതിന്റെ അർത്ഥം വെൽ ഡൺ, നിങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള തമ്പപ്പ് സൈനുകൾ, തം ഡൗൺ സൈനുകളും കാണാം, ഡിസ്ലൈക്ക് കൊടുക്കുന്ന സിഗ്നലുകൾ. ഇങ്ങനെ ഒരുപാട് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണങ്ങൾ കാണാം. ഇത്തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ പരസ്പരം കോൺട്രാഡിക്റ്റും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും എംഫസൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. നോക്കൂ, someone is asked if they want to go out and says yes. ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു, ഞാൻ പുറത്ത് നടക്കാൻ പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് വാട്സപ്പിലൂടെ സന്ദേശത്തിലൂടെ ചോദിച്ചാൽ അദ്ദേഹം യെസ് എന്ന് പറയുന്നു. എന്നിട്ട് ഒരു മടിയ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക ഇമോജി കൂടി തിരിച്ചയക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വരാൻ തയ്യാറല്ല എന്നാണ്. യെസ് എന്നാണ് മറുപടി പറഞ്ഞത് എങ്കിൽ പോലും തൊട്ടുടനെ അയച്ചിട്ടുള്ള ആ ഒരു ഇമോജി കണ്ടാൽ അറിയാം അദ്ദേഹത്തിന് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം, അത്രയേ ഉള്ളൂ എന്നൊരു സൂചന. അഥവാ നേരത്തെ പറഞ്ഞ ആശയത്തിന് നേരെ എതിരായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, കോൺട്രഡിക്ഷന് വേണ്ടി ഉള്ള ഒരു നോൺ വേർബൽ സിഗ്നൽ ആയിരുന്നു തൊട്ടുടനെ അയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ തല കുലുക്കിയിട്ട് സമ്മതം പറയുന്നത് ഒരു നോൺ വേർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് എന്ന് പറയാം. എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തല ഷെയ്ക്ക് ചെയ്യുന്നു. ഇതിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത്? യെസ് എന്നതിന്റെ മറ്റൊരു രൂപമാണ് ആ തലയാട്ടൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ഹു ഈസ് ആസ്ക്ഡ് ഇഫ് ദ നീഡ് ടീ, ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയുന്നു, നോ എന്നതിന് പകരം വേണ്ട എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ലാംഗ്വേജ് എന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. ലാംഗ്വേജ് എന്ത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഒരുപാട് പദക്കൂട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിവരങ്ങളും ആശയങ്ങളും ചിന്തകളും ഒക്കെ കൈമാറുന്നുണ്ട്. പലപ്പോഴും ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഭാഷ എന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നില്ല. അതേസമയം ഭാഷയുടെ ഒറിജിനെ കുറിച്ച്, എപ്പോഴാണ് ഭാഷ ഉണ്ടായത്, ഭാഷയുടെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. പലപ്പോഴും ഭാഷ തുടങ്ങിയതിനെ കുറിച്ച് തർക്കങ്ങളുണ്ട്. എപ്പോഴാണ്, ഏത് കാലത്താണ് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയയോ ധാരണയോ ലിംഗ്വിസ്റ്റിക് പണ്ഡിതന്മാർക്കിടയിലില്ല. പലരും പറയുന്നത് ഇറ്റ് ഈസ് ഒരു പൂർണ്ണമായും ഒരു ഫൈനലൈസ് ചെയ്യാത്ത ഒരു ധാരണ പണ്ഡിതന്മാർക്കിടയിലുള്ളത്. പലപ്പോഴും സംസാരം തുടങ്ങിയത് ഇമിറ്റേഷനുകളിലൂടെയാണ്, അനുകരണങ്ങളിലൂടെയാണ് എന്നതാണ്. സാധാരണ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കാൻ പഠിക്കുന്നത് തന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്. അവരുടെ പാരൻസിനെ, അവരുടെ മദർ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ, ഫാദേഴ്സിനെയൊക്കെ അനുകരിച്ചുകൊണ്ടാണ് സംസാരം, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങാറുള്ളത്. അല്ലെങ്കിൽ സംസാരം
പഠിക്കാറുള്ളത്. ഈ രൂപത്തിൽ മനുഷ്യവംശം തന്നെ സംസാരം പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് ഈ ചുറ്റുവട്ടത്തുള്ള പ്രകൃതിയെയും സറൗണ്ടിങ് സിറ്റുവേഷനുകളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് മനുഷ്യർ സംസാരം തുടങ്ങിയത് എന്ന് പറയുന്നത് കാണാം. അങ്ങനെ ഏതാനും പദപ്രയോഗങ്ങളൊക്കെ പലരും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച പദങ്ങളും മറ്റും ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറാൻ തുടങ്ങി. ഇങ്ങനെ മനുഷ്യർ തൊട്ടു മുമ്പുള്ള തലമുറയിൽ നിന്ന് പരിശീലിച്ച വാക്കുകളും പ്രയോഗങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറി ഇങ്ങനെ ഭാഷ വളർന്നു വന്നു. അങ്ങനെയാണ് ഭാഷകൾ ഉണ്ടായത് എന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്. ഇനി ഭാഷയുടെ ഒറിജിനെ കുറിച്ചുള്ള തിയറികൾ നമ്മൾ തൊട്ടുടനെ തന്നെ ഇതേ സ്ലൈഡിൽ തന്നെ പഠിക്കുന്നുണ്ട്. നമുക്കപ്പോൾ വിശദമായി നോക്കാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ പ്രധാനമായും 4 ഫീച്ചേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ഹ്യൂമൻ ലാംഗ്വേജിന്റെ മനുഷ്യ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര പദങ്ങളും എത്ര സെന്റൻസുകൾ വേണമെങ്കിലും ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഉദാഹരണത്തിന് മലയാളത്തിൽ എത്ര പദങ്ങളുണ്ടോ ആ പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കോടിക്കണക്കിന് എത്രയോ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭാഷയുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ്. ഈ ഭാഷയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇത്തരം പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സെന്റൻസുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിന്റെ ക്രിയേറ്റിവിറ്റി എന്ന ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതിന് നേരെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാമൊക്കെ കാണുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. പശു, ആട്, കോഴി, ഇവയൊക്കെ പലപ്പോഴും അവരുടെ കൂടെ ജീവിക്കുന്ന മറ്റു ജീവികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കമ്മ്യൂണിക്കേഷനാണ്. ഒരിക്കലും സന്ദർഭത്തിനൊത്ത് വിശദമായ ക്ലാസ് എടുത്തു കൊടുക്കാനോ ആശയങ്ങൾ കൈമാറാനോ മനുഷ്യരെ പോലെ അത്ര ക്രിയേറ്റിവിറ്റി എന്ന ഒരു പ്രത്യേകത അവരുടെ ഭാഷയ്ക്കില്ല. അവർക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് പ്രത്യേകം വിശദീകരിച്ച് പറയാൻ ഒരു പക്ഷെ കാക്കകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, പശുക്കൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, മറ്റു മൃഗങ്ങൾക്ക് സാധിക്കണമെന്നില്ല. അഥവാ അവരുടെ ഭാഷയ്ക്ക് ക്രിയേറ്റിവിറ്റി എന്ന ഫീച്ചർ ഇല്ല. അതേസമയം നമ്മുടെ ഭാഷയ്ക്ക് ക്രിയേറ്റിവിറ്റി എന്ന ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു കോണ്ടെക്സ്റ്റിലും നമ്മൾ അതിന് ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ പ്രത്യേകതയെ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നതാണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ക്രിയേറ്റിവിറ്റി എന്നത്. അഥവാ ആ ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ച് എത്ര പദങ്ങൾ വേണമെങ്കിലും എത്ര സെന്റൻസുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ആനിമൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, അതിന് പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കണം. ആർബിട്രറിനെസ് എന്നതാണ് രണ്ടാമത്തെ ഫീച്ചർ. എന്താണ് ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മനുഷ്യ ഭാഷ എന്ന് പറയുന്നത് അതൊരു സിംബോളിക് സിസ്റ്റമാണ്, സിംബലുകളാണ്. ഞാൻ മരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നൊരു ഇമേജ് ഉണ്ട്. എന്താണത്? മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന ഒരു തടി, അതിന് മുകളിൽ കുറെ ഇലകൾ, ഒരു പക്ഷെ അതിൽ ഫലങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ളൊരു വസ്തുവാണ് മരം എന്ന് പറയുന്നത്. ഞാൻ ആന എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയൊരു ജീവി, തുമ്പിക്കൈയുള്ള വലിയൊരു ജീവി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഓരോ പദങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓരോ പദങ്ങൾ, ആ പദം അതെന്താണ് എന്ന് അറിയുമെങ്കിൽ ആ വാക്ക് സൂചിപ്പിക്കുന്ന പദം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഇതൊരു സിംബോളിക് സിസ്റ്റമാണ്, സയൻസുകളാണ്. വേർഡ്സുകൾ ഓരോ വസ്തുക്കളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ അവർക്ക് ആ വസ്തുക്കളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നത് പ്രധാനമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, മരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നൊരു മരമുണ്ടല്ലോ, മരത്തിന്റെ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപവും മരം എന്ന പദവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് ആർബിട്രറിനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ആന എന്ന മലയാളത്തിലെ പദം, ആന എന്ന മലയാളത്തിലെ പദവും ആന എന്ന ജീവിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. മീൻസ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക്
കാക്ക എന്ന് പറയുന്നുണ്ട്. കാക്ക എന്ന് പറയുന്ന ഒരു പക്ഷി, ഒരു ജീവിയാണ്. ആ കാക്കയുടെ കരച്ചിൽ പലപ്പോഴും കാക്ക എന്നിങ്ങനെ അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണാം. അപ്പോൾ ഓണോമട്ടോപ്പി എന്ന് പറയും. അഥവാ ഈ കാക്ക എന്ന പദവും ആ കാക്കയുടെ കരച്ചിലും തമ്മിൽ, അല്ലെങ്കിൽ ആ കാക്ക എന്ന ജീവിയും തമ്മിൽ പ്രത്യക്ഷമായൊരു ബന്ധം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പൂച്ചയെ കുറിച്ച് പലരും മ്യാവു എന്ന് പറയാറുണ്ട്. പൂച്ചയുടെ കരച്ചിലും മ്യാവു എന്ന പദവും തമ്മിൽ ഒരു പ്രത്യക്ഷമായ ബന്ധം നമുക്ക് കാണാം. അങ്ങനെയൊരു ബന്ധം നമ്മുടെ ഭാഷയിലെ മിക്ക പദം 99% പദങ്ങൾക്കും അങ്ങനെ ഒരു ബന്ധം കാണാൻ പറ്റൂല. അങ്ങനെ ആ ബന്ധമില്ല, മറിച്ച് തികച്ചും യാദൃശ്ചികമാണ്, ക്വൈറ്റ് ആർബിട്രറി, തീർത്തും ഒരു ബന്ധവുമില്ലാത്ത ബന്ധമില്ലാത്തതാണ് ഈ പദങ്ങളും പദം സൂചിപ്പിക്കുന്ന അർത്ഥങ്ങളും, അഥവാ സിഗ്നിഫയറും സിഗ്നിഫൈഡും. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരം, ഒരു മരത്തിന്റെ ചിത്രം നമ്മളിവിടെ വരച്ചു എന്ന് കരുതുക. ആ മരത്തിനെ സൂചിപ്പിക്കുന്ന ഇത് സിഗ്നിഫൈഡ് ആണ്, ഇത് സിഗ്നിഫൈഡ് ആണ്. ഈ സിഗ്നിഫൈഡിനെ സൂചിപ്പിക്കുന്ന പദം ട്രീ എന്ന് പറയാം. ഈ ട്രീ എന്ന് പറയുന്നത് സിഗ്നിഫയർ ആണ്. ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ പ്രത്യക്ഷമായി മറ്റു ബന്ധങ്ങളില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിൽ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം തീർത്തും ആർബിട്രറിയാണ് എന്ന് സൂചിപ്പിക്കുന്ന, അതാണ് ഹ്യൂമൻ ലാംഗ്വേജിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ആ നിലക്ക് പലപ്പോഴും ഒരു സൈനിന് കുറെ മീനിങ്സ് ഉണ്ടാകാം. കോണ്ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത പദങ്ങൾ അർത്ഥങ്ങളിൽ ഒരേ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ടാകാം എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കണം. അതേസമയം ചില എക്സെപ്റ്റ് സം ഓണോമറ്റോപിക് വേർഡ്സ്, ചില നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയിലെ ഏതാനും ചില പദങ്ങൾക്ക് ഒരു പക്ഷേ ആ ഭാഷയിലെ തന്നെ, അല്ലെങ്കിൽ ആ പദം തന്നെ സൂചിപ്പിക്കുന്ന വസ്തുക്കളുമായി ഒരു പക്ഷേ ബന്ധങ്ങൾ ഉണ്ടായേക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാക്ക എന്നതിനെ ഒരു ഉദാഹരണമായി നിങ്ങൾ അത് അങ്ങോട്ട് എടുത്താൽ അതൊരു എക്സെപ്ഷൻ കേസാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. നന്നായി ഈ വിഷയം മനസ്സിലാക്കണം. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ആണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിൽ ഒന്നാമത് നമ്മൾ ക്രിയേറ്റിവിറ്റി പറഞ്ഞു, രണ്ട് ആർബിട്രറിനെസ് ആണ്. ആർബിട്രറിനെസ് എന്ന് പറയുമ്പോൾ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം അത് തീർത്തും യാദൃശ്ചികമാണ്, അല്ലാതെ പദങ്ങളും ആ പദം സൂചിപ്പിക്കുന്ന വസ്തുവും തമ്മിൽ വേറെ ബന്ധങ്ങളില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് റിഫ്ലക്സിവിറ്റി എന്നതാണ്. റിഫ്ലക്സിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊരു സന്ദേശം അയക്കുമ്പോൾ റിസീവർ ആ മെസ്സേജ് വായിക്കുന്നു, എന്നിട്ട് അതിൻ്റെ തിരിച്ച് റിപ്ലൈ തരുന്നു. അതുപോലെ നമ്മൾ ഒരു സന്ദേശം അങ്ങോട്ട് കൈമാറുമ്പോൾ അതിന് റിഫ്ലക്ഷൻ, തിരിച്ചത് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇതൊരു റിഫ്ലക്സിവിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലൂടെ തിരിച്ച് റിപ്ലൈ കിട്ടുന്നു, അതിന് നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് സന്ദേശം അയക്കുന്നു, അവർ തിരിച്ച് ഇങ്ങോട്ടും സന്ദേശം അയക്കുന്നു. ഈ രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ ചൈൻ അവിടെ നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചൈൻ അവിടെ രൂപം കൊള്ളുന്നുണ്ട്, സാധ്യമാകുന്നുണ്ട്. ഇത് ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഒരു ഫീച്ചറാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു രംഗം, ഞാനിപ്പോൾ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാനിപ്പോൾ ക്രിക്കറ്റ് കളി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഫോണിലൂടെ പറയുന്നുണ്ട്. ഇനി കുറെ കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ ഇതേ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ മിനിഞ്ഞാന്ന് ഒരു ക്രിക്കറ്റ് കണ്ടിരുന്നു എന്നാണ്. നോക്കൂ, ആ പ്രയോഗത്തെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു, ഒരു പാസ്റ്റിലേക്ക് മാറ്റി. ഈ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളെ അല്ലെങ്കിൽ നമ്മൾ കൈമാറുന്ന ആശയങ്ങളെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന രൂപത്തിൽ സമയങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ സെന്റൻസിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഭാഷയുടെ ഉത്ഭവം, ഭാഷ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നതിനെ കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അങ്ങനെ രൂപം കൊണ്ട വ്യത്യസ്ത പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് രൂപം കൊണ്ട വിവിധ തിയറികളുണ്ട്. അത്തരം തിയറികളിൽ 4 തിയറികൾ നമ്മുടെ പാഠഭാഗത്ത് കാണും. അതിലൊന്ന് ബോവോ തിയറി എന്നതാണ്. ബോവോ തിയറി എന്നാണ് അതിന്റെ പേര്. എന്താണ് ബോവോ തിയറി എന്ന് പറഞ്ഞാൽ? ബോവോ തിയറി എന്ന് പറഞ്ഞാൽ
As the name suggests, this theory focused on the idea of imitation, the imitation of natural sounds. ബോവോ തിയറി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ചില സൗണ്ടുകളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് മനുഷ്യരുടെ ഭാഷ ആരംഭിച്ചത് എന്നതാണ് ഈ ഒരു തിയറി വാദിക്കുന്നത്. അഥവാ നമ്മുടെ ഭാഷ ആരംഭിച്ചത് എങ്ങനെ, നമ്മുടെ പൂർവികർ സംസാരം തുടങ്ങിയത് പ്രകൃതിയിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങളെ അങ്ങനെ തന്നെ അനുകരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പശു കരയുന്നത് കേൾക്കുമ്പോൾ ആ പശു കരയുന്ന ശബ്ദം എങ്ങനെയാണോ ആ ശബ്ദം തന്നെ പശു കരയുമ്പോൾ പ്രകടമാകുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് തന്നെ ഒരാൾ മറ്റൊരാളോട് പശു വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അല്ലെങ്കിൽ ഒരു പൂച്ച കരയുമ്പോൾ പൂച്ച കരയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ പൂച്ച വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ പൂച്ച കരയുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഏതാണോ ആ സൗണ്ട് തന്നെ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നു. ഇതേപോലെ കാക്ക വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കാക്ക കരയുമ്പോഴുണ്ടാകുന്ന സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ മറ്റൊരാളെ അറിയിക്കുന്നു. ഈ രൂപത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ആ സന്ദർഭവുമായി റിലേറ്റഡ് ആയ ഒരു നാച്ചുറൽ സൗണ്ടിനെ മനുഷ്യൻ അനുകരിക്കുന്നു. ഈ അനുകരണത്തിലൂടെ ഉണ്ടാകുന്ന സൗണ്ട് ആ സൗണ്ടിലൂടെയാണ് അത് വികസിച്ച് പിന്നീട് ഭാഷയായി പരിണമിക്കുന്നു എന്നാണ് ബോവോ തിയറി പറയുന്നത്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു നായ വരുന്നുണ്ട് എന്നെങ്ങനെ പറയാം? നായ കുരക്കുന്നതിന് സമാനമായ രീതിയിൽ ഒരാൾ മറ്റൊരാളോട് ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ നായയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തിയറി നമ്മുടെ ഭാഷയിലെ എല്ലാ പദങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റൂല. വളരെ പരിമിതമായ ചില പദങ്ങൾക്ക് മാത്രമേ ഇത്തരമൊരു തിയറി വെച്ച് നമുക്ക് അളന്നു മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഭാഷയിലുള്ള 99% പദങ്ങൾക്കും ഇങ്ങനെയൊരു ബന്ധം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തിയറി ശരിയല്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അതേസമയം അടുത്തത് ഡിങ് ടോങ് തിയറിയാണ്. ഡിങ് ടോങ് തിയറി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ബോവോ തിയറിയുമായി വളരെയധികം പ്രത്യക്ഷത്തിൽ ബന്ധം പുലർത്തുന്ന സാമ്യതകളുള്ള ഒരു തിയറിയാണ് ഡിങ് ടോങ് തിയറി. അഥവാ ബോവോ തിയറിയും ഡിങ് ടോങ് തിയറിയും വളരെയധികം അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. ബോവോ തിയറി എന്ന് പറയുന്നത് ചില മൃഗങ്ങളുടെയും മറ്റും സൗണ്ടുകൾ അനുകരിച്ചുകൊണ്ടാണ് ഭാഷ ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ഡിങ് ടോങ് തിയറി പറയുന്നത് പ്രകൃതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ചുറ്റുവട്ടത്തുള്ള വേൾഡ് അറൗണ്ട് ദം, അവരുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളെ അനുകരിച്ചുകൊണ്ടാണ് ഭാഷകൾ വികസിച്ചു വന്നത്. അവ അനുകരണം തന്നെയാണ് ഡിങ് ടോങ് തിയറിയുടെയും പ്രത്യേകത. അനുകരണം, ഇമിറ്റേഷൻ തന്നെയാണ് ഇവരും പറയുന്നത്. ആ രൂപത്തിൽ മാക്സ് മുള്ളറാണ്, ജർമ്മൻ ലിംഗ്വിസ്റ്റായ മാക്സ് മുള്ളറാണ് ഈ തിയറിയുടെ വക്താവ് എന്നുകൂടി മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് മനുഷ്യർ അവരുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് വരുന്ന സൗണ്ടുകളെ അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയും ആ ഇമിറ്റേഷനിലൂടെ സൗണ്ട് പുറപ്പെടുകയും ഭാഷ രൂപം കൊള്ളുകയും ചെയ്തു എന്നാണ് ഡിങ് ടോങ് തിയറി പറയുന്നത്. ഇനി അടുത്തത് പൂപ്പൂ തിയറി എന്ന് പറയും. പൂപ്പൂ തിയറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളുടെ സന്ദർഭത്തിൽ വേദന ഉണ്ടാകുന്ന സമയത്തൊക്കെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഹഹ എന്ന് പറയാറുണ്ട്. എന്തിനാണത്? ടു ഡിനോട്ട് ഓർ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി. അതേസമയം നമ്മൾ ഇങ്ങനെ തെന്നി വീഴുന്ന സമയത്ത് അറിയാതെ ഓ എന്ന് പറയാറുണ്ട്. ഇത് ഒരു വേദനയെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ രൂപത്തിൽ നമ്മൾ സന്തോഷം, ദുഃഖം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആശ്ചര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ചില പദങ്ങൾ, ആ പദങ്ങൾ അറിയാതെ ഉപയോഗിക്കുന്ന അത്തരം പദങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ വർദ്ധിക്കുകയും അങ്ങനെ വാക്കുകൾ കൂടുതൽ വികസിച്ച് വരികയും അങ്ങനെയാണ് ഭാഷ രൂപം കൊള്ളുകയും ചെയ്തത് എന്നാണ് പൂപ്പൂ തിയറിയുടെ വക്താക്കൾ പറയുന്നത്. എത്രത്തോളം ശരിയാണ് എന്നത് മറ്റൊരു ചർച്ചയാണ്. എങ്കിലും ആ തിയറി നമ്മൾ പഠിച്ചു വെക്കുക എന്നത് പ്രധാനമാണ്.
ഇപ്പൊ 3 തിയറികൾ പറഞ്ഞു. ബോവോ തിയറി പറഞ്ഞു, ഡിങ് ഡോങ് തിയറി പറഞ്ഞു, മൂന്നാമത്തെ പൂപ്പൂ തിയറി പറഞ്ഞു. പൂപ്പൂ തിയറി എന്ന് പറയുന്നത് എന്താണ്? ദുഃഖം, സന്തോഷം അല്ലെങ്കിൽ പ്രത്യേക ആക്സിഡന്റൽ ആയിട്ടുണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ടുകൾ വികസിച്ചിട്ടാണ് ഭാഷ രൂപം കൊണ്ടത്. ഡിങ് ഡോങ് തിയറി പറയുന്നത് സറൗണ്ടിങ് സിറ്റുവേഷനുകളുടെ ഇമിറ്റേഷനിലൂടെയാണ് ഭാഷകൾ രൂപം കൊള്ളുന്നത്. ബോവോ തിയറി പറയുന്നത് നാച്ചുറൽ സൗണ്ടുകളുടെ ഇമിറ്റേഷനിലൂടെയാണ് ഭാഷകൾ രൂപം കൊള്ളുന്നത് എന്നതാണ്. അടുത്ത ജെസ്റ്റർ തിയറിയാണ് ആംഗ്യ ഭാഷയുമായി ബന്ധപ്പെട്ട്. പലപ്പോഴും നോക്കൂ, നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ, നമ്മൾ എന്ന് പറയുമ്പോൾ, മീ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ നമ്മിലേക്ക് നമ്മുടെ ഫിംഗർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. നീ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആംഗ്യങ്ങൾ കാണിക്കുന്നതോടൊപ്പം നമ്മുടെ നാവിൻ്റെ മൂവ്മെന്റ് ഓഫ് ദ ടങ്, ആ മൂവ്മെന്റ് ഓഫ് ദ ടങ്ങും അതോടൊപ്പം നമ്മുടെ ആംഗ്യവും രണ്ടും ഒരുമിച്ച് ചേർന്ന് അത് പിന്നീട് പലപ്പോഴും ഇത്തരം ആംഗ്യങ്ങളോടൊപ്പം പുറപ്പെടുവിക്കാറുള്ള ചില പ്രത്യേക സൗണ്ടുകൾ, ആ സൗണ്ടുകൾ വികസിച്ചിട്ടാണ് ഭാഷകൾ രൂപം കൊണ്ടത് എന്നതാണ് ജെസ്റ്റർ തിയറി പറയുന്നത്. ഈ രൂപത്തിലുള്ള പ്രധാനമായും 5 തിയറികളാണ് നമ്മൾ പറയുന്നത്. സോറി, അതിനു മുമ്പ് യോ ഹി ഹോ തിയറി എന്നൊരു തിയറി കൂടിയുണ്ട്. അത് ഞാൻ ഇടയിൽ പറയുമ്പോൾ വിട്ടുപോയതാണ്. യോ ഹി ഹോ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, മെൻ വർക്കിംഗ് ഇൻ ഗ്രൂപ്പ്സ് അട്ടർ വേർഡ്സ്. പലപ്പോഴും ഗ്രൂപ്പായി ജോലി ചെയ്യുന്ന സമയത്ത് നോക്കൂ, മരം കയറ്റുന്ന വാഹനങ്ങളിലോ മറ്റോ മരം കയറ്റുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന തൊഴിലാളികൾ ഒരുമിച്ച് മരം ഒരു വണ്ടിയിൽ കയറ്റണം. എല്ലാവരും ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ദ ടൈമിൽ ഒറ്റ സമയത്ത് തന്നെ എല്ലാവരും അവരുടെ സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് അതേ സമയത്ത് ഒന്നിച്ചു തള്ളിയാൽ ആ മരം അതേ പവറിൽ മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ശക്തിയെ ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ടൈമിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പ്രത്യേക ശബ്ദം മരം കയറ്റു തൊഴിലാളികൾ പുറപ്പെടുവിക്കാറുണ്ട്. പലപ്പോഴും ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകളോ മറ്റോ പാടി ആ ഒരു സെന്റൻസിന്റെ അവസാന പദം, അവസാന ലെറ്റർ എപ്പോൾ അവസാനിക്കുന്നു ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ആ മരം തള്ളണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ. അത്തരം പദങ്ങൾ പലപ്പോഴും പഴയ കാലത്ത് ആളുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും അത്തരം പദങ്ങളിൽ വികസിച്ചിട്ടാണ് ഭാഷ ഉണ്ടായത് എന്നാണ് യോ ഹി ഹോ തിയറി വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിശദീകരണങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.